ജീവിത നിലവാരത്തിലേക്ക് നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നാം തീരുമാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ആകുലതകളെ മാറ്റുന്ന, ദുരിതങ്ങളെ മാറ്റുന്ന ഒരു വലിയ ശക്തി അവിടെ ഇങ്ങനെ വ്യാപരിക്കുകയാണ്. ആ തള്ളപ്പെട്ട മകൻ പിതാവിനോട് വന്ന് പറഞ്ഞു, പിതാവേ, ഇനി അവിടുത്തെ മകനായിട്ട് വിളിക്കപ്പെടുവാൻ, ഇനി അവിടുത്തെ അധികാരം എനിക്ക് തരുവാൻ, ഇനി അവിടുത്തെ അവകാശങ്ങളൊന്നും സംരക്ഷിക്കുവാൻ വേണ്ടിയല്ല ഞാൻ വന്നിരിക്കുന്നത്, എന്നെ ഇവിടുത്തെ ഒരു വേലക്കാരനായിട്ട് മാത്രം പരിഗണിച്ചാൽ മതി എന്ന് പറയുമ്പോൾ പിതാവ് പറയുന്നത്, എൻ്റെ മകൻ നഷ്ടപ്പെട്ടിരുന്നു, എൻ്റെ മകൻ മരിച്ചുപോയെന്ന് ഞാൻ വിചാരിച്ചു, അവൻ നശിച്ചു എന്ന് വിചാരിച്ചു. പക്ഷേ അവനെ തിരികെ കിട്ടിയിരിക്കുന്നത് കൊണ്ട് ആ സന്തോഷത്തെ, ഒരു പിതാവിന്റെ സന്തോഷത്തെ വിവരിക്കുവാൻ എനിക്ക് വാക്കുകളില്ല. നീ നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിച്ചത്, അല്ലെങ്കിൽ നീ നശിച്ചു പോയി എന്നാണ് ഞാൻ വിചാരിച്ചത്, നീ ഇല്ലാതെ പോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നിന്റെ സാന്നിധ്യം കണ്ടപ്പോൾ, നിന്നെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. ആ ഒരു സന്തോഷത്തിന്റെ ആധിക്യത്തിൽ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പിതാവ്, ആ സ്നേഹസ്വരൂപനായ പിതാവ് തന്റെ രാജ്യത്തിലേക്ക് ആക്കിയതുപോലെ നമ്മെ ഇരുട്ടിന്റെ അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ച തന്റെ പിതാവിന്റെ സ്നേഹത്തെക്കുറിച്ച് ഇന്ന് രാത്രി വ്യാപരിക്കുന്ന ഒരു വലിയ ശക്തി നിന്റെ ജീവിതത്തിൽ വ്യാപരിക്കുവാൻ, നിന്റെ ഹൃദയത്തിൽ വ്യാപരിക്കുവാൻ, ഇല്ലായ്മകളെ മാറ്റുവാൻ പര്യാപ്തമായ, വേദനകളെ മാറ്റുവാൻ പര്യാപ്തമായ, നിന്റെ ദുരിതങ്ങളെ മാറ്റുവാൻ പര്യാപ്തമായ കുഞ്ഞാടിന്റെ രക്തം ഇന്ന് രാത്രി നമ്മുടെ ശരീരത്തെ വിശുദ്ധീകരിക്കുവാൻ, നമ്മുടെ ഹൃദയത്തെ തകർന്ന നുറുങ്ങി മരിക്കുന്ന നിന്റെ ഹൃദയത്തെ വെളിപ്പാക്കുവാൻ, നിന്റെ വേദനകളെ മാറ്റുവാൻ, നിന്റെ ദുരിതങ്ങളെ പര്യാപ്തമാക്കി മാറ്റുന്ന ഒരു വലിയ സ്നേഹമുണ്ട്. നിന്റെ വേദനകളെ മാറ്റുവാൻ, നിന്റെ ദുരിതങ്ങളെ മാറ്റുവാൻ, നിന്റെ കഷ്ടങ്ങളെ മാറ്റുവാൻ നമുക്ക് കഴിവുള്ള ഒരു കർത്താവിന്റെ രക്തമുണ്ട്. ആ ഒരു രക്തത്തിൽ നാം ആശ്രയിക്കുമ്പോൾ, യേശുവിന്റെ രക്തത്താൽ നാം ആശ്രയിക്കുമ്പോൾ, നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അതിനെ ഹിമത്തേക്കാൾ വെളുപ്പിക്കുവാൻ കഴിവുള്ള, നിന്റെ പാപം എത്ര ദുരിതം പിടിച്ചതായിരുന്നാലും, എത്ര വലിയ കഠോരമായ പാപമാണ് ചെയ്തെങ്കിലും അതിനെല്ലാം വളരെ ഒലിവ് പോലെ, അല്ലെങ്കിൽ നിന്നെ വെള്ളയാക്കി തീർക്കുവാൻ, നിന്റെ വെണ്മയാക്കി തീർക്കുവാൻ, നിന്റെ ഹൃദയത്തിന് സമാധാനം തരുവാൻ, നിന്റെ ജീവിതത്തിന് ദുരിതങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ കഴിവുള്ളൊരു ദൈവത്തിന്റെ ശക്തി നിന്നിൽ വ്യാപരിക്കുമ്പോൾ, ആ ഒരു വലിയ കൃപ നിന്നിൽ വ്യാപരിക്കുമ്പോൾ, ആ ഒരു വലിയ സ്നേഹം നിന്നിൽ വ്യാപരിക്കുമ്പോൾ, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പ്രിയമുള്ളവരെ, നിന്റെ ആകുലതകൾ മാറ്റപ്പെടുവാൻ, നിന്റെ വേദനകൾ മാറ്റപ്പെടുവാൻ, നിന്റെ ദുരിതങ്ങൾ മാറ്റപ്പെടുവാൻ പര്യാപ്തമായ ഒരു ദൈവിക സ്നേഹത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ തീരുമാനിക്കുമ്പോൾ, നമുക്ക് കർത്താവിനെ ആരാധിക്കുവാൻ തീരുമാനിക്കുമ്പോൾ, ദൈവത്തിന്റെ നാമത്തിന് മഹത്വം കൊടുക്കുവാൻ നാം തീരുമാനിക്കുമ്പോൾ, നമ്മുടെ വേദനകളെ മാറ്റുവാൻ, നമ്മുടെ ഹൃദയത്തിന് സമാധാനത്തെ നൽകുവാൻ, നമ്മുടെ ഹൃദയത്തിന് സന്തോഷത്തെ നൽകുവാൻ, നമ്മുടെ ഹൃദയത്തിന്റെ വേദനകളെ മാറ്റുവാൻ, നമ്മുടെ അന്ധകാരങ്ങളെ മാറ്റുവാൻ പര്യാപ്തമായ ഒരു വലിയ സ്നേഹം നിന്നിൽ വ്യാപരിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നാം ഒരുമിച്ച് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കുമ്പോൾ, കർത്താവിനെ നാം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട്, കർത്താവെ, എന്റെ പാപങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് മരിച്ചു എന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ച് പറയുമ്പോൾ, വിശ്വാസ പ്രഖ്യാപനം നാം നടത്തുമ്പോൾ, നമ്മോട് കരുണ തോന്നുവാൻ, നമ്മോട് കൃപ തോന്നുവാൻ, നമ്മുടെ വേദനകളെ മാറ്റുവാൻ, നമ്മുടെ ദുരിതങ്ങളെ മാറ്റുവാൻ, നിന്റെ ഹൃദയത്തിന് സമാധാനത്തെ നൽകുവാൻ കഴിയുന്ന യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ, നിന്റെ വേദനകൾ മാറ്റപ്പെടുവാൻ, ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന അവസ്ഥയിലും നിന്നെ വിടുവിക്കുവാൻ, നിന്റെ ആകുലതകളെ മാറ്റുവാൻ, നിന്റെ നിരാശകളെ മാറ്റുവാൻ, ആത്മഹത്യയെ തീരുമാനിച്ച് മുന്നോട്ട് ചിലപ്പോൾ നീ പോകുന്നവനായിരിക്കാം. പക്ഷേ ഇന്ന് രാത്രി ഞാൻ ഒന്ന് പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ നീ ഒന്ന് രുചിച്ച് അനുഭവിക്കുമ്പോൾ, നീ ഒന്ന് കർത്താവിനെ, യേശു ക്രിസ്തുവിനെ നീയിലേക്ക് കടന്നു വരുവാൻ നീ തീരുമാനിക്കുമ്പോൾ, നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥകൾ മാറ്റപ്പെടുവാൻ, നിന്റെ ജീവിതത്തിന്റെ നിരാശകളെ മാറ്റുവാൻ, നിന്റെ ജീവിതത്തിന്റെ വ്യസനങ്ങളെ മാറ്റുവാൻ പര്യാപ്തമായ ഒരു ദൈവിക സ്നേഹം നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാനിടയായി തീരും. ആ ഒരു വലിയ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, നമ്മൾ മാറിയതുപോലെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുവാൻ, വേദനകൾ മാറ്റപ്പെട്ട് സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ, സന്തോഷത്തിന്റെ ഒരു തിരതള്ളൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പര്യാപ്തമായ ഒരു ദൈവിക ശക്തിയുണ്ട്. പ്രിയമുള്ളവരെ, അത് നാം പരീക്ഷിക്കാതെ പോകരുതേ എന്ന് ഇന്ന് രാത്രി ഞാൻ പറയുകയാണ്. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പറയട്ടെ, ഇന്ന് രാത്രി കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കുമ്പോൾ, അവിടത്തേക്ക് നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ കഴിയുമെന്ന് നീ ഉറച്ചു വിശ്വസിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്നേഹസ്വരൂപനായ പിതാവ് പുത്രനെ അയച്ചത് നാം നശിക്കപ്പെടുവാനോ അല്ലെങ്കിൽ നമ്മെ കുറ്റം വിധിക്കുവാനോ അല്ല. നശിച്ചുപോയെന്ന് വിചാരിച്ച, നശിച്ചുപോയെന്ന് ലോകം വിധി എഴുതിയ, നശിച്ചുപോയെന്ന് സകലരും വിധി എഴുതിയ അനേക പ്രിയപ്പെട്ടവരെ വീണ്ടും പിടിച്ച് അവരുടെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തുവാനായിട്ടാണ് കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. അതാണ് സുവിശേഷത്തിന്റെ അർത്ഥമാക്കുന്നത്. ആർക്കും വേണ്ടാതെ കിടന്ന, ആരാലും അവഗണിക്കപ്പെട്ട്, എല്ലാവരും കൊള്ളത്തില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നവരെല്ലാവരും ശ്രേഷ്ഠരാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരേ ഒരു പ്രത്യയശാസ്ത്രമേ ലോകത്തുള്ളൂ. അതാണ് നസ്രായനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം.
കർത്താവ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം വന്നതിന് ശേഷമുള്ള നവോത്ഥാനങ്ങളോ അല്ലെങ്കിൽ വിമോചനങ്ങളോ മാത്രമേ ലോകത്തുള്ളൂ. അത് ലോകവ്യാപകമായി നിങ്ങൾ നോക്കിക്കോളൂ. ഏത് രാജ്യത്തിന്റെ ചരിത്രം എടുത്ത് നോക്കിക്കോളൂ. അവിടെയെല്ലാം കർത്താവ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ചെലുത്തിയ സ്വാധീനത്താൽ പ്രചോദിതരായി ഉണ്ടായ ഒരു സംവിധാനങ്ങൾ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. എന്തിനേറെ പറയുന്ന ലോകമാകമാകാനുമുള്ള ഭരണഘടനകളെല്ലാം നോക്കിക്കോളൂ. മനുഷ്യത്വപരമായി ചിന്തിക്കുന്ന ഭരണഘടനകളെല്ലാം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എടുത്തു നോക്കൂ. അവിടെയെല്ലാം കർത്താവിന്റെ സ്നേഹത്തിൽ ഊന്നിയുള്ള ഒരു വലിയ പ്രത്യയശാസ്ത്രത്തിൽ ഊന്നിയുള്ള സുവിശേഷത്താൽ അടിസ്ഥാനപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു ചിന്തയുടെ പാതാവിൽ ഉരുത്തിരിഞ്ഞ പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കർത്താവിന്റെ സ്നേഹത്തിലേക്ക് നാം കടന്നു വരുവാൻ തീരുമാനിക്കുമ്പോൾ, ദൈവരാജ്യത്തിന് പുത്രന്മാരായി തീരുവാൻ നാം തീരുമാനിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ ഒന്ന് മയപ്പെടുത്തുവാൻ തീരുമാനിക്കുമ്പോൾ, നമ്മുടെ വേദനകൾ അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യങ്ങളെ മാറ്റുവാൻ, നമ്മുടെ കോപത്തെ മാറ്റുവാൻ, നമ്മുടെ ഈർഷ്യയെ മാറ്റുവാൻ, നമ്മുടെ പിണക്കത്തെ മാറ്റുവാൻ, നമ്മുടെ അസൂയയെ മാറ്റുവാൻ, നമ്മുടെ മറ്റുള്ളവരോടുള്ള ക്രോധത്തെ മാറ്റുവാൻ, മറ്റുള്ളവർ വളർന്നത് കണ്ടുള്ള നമ്മുടെ ഈ അസൂയയെ മാറ്റുവാനൊക്കെ നമ്മൾ തയ്യാറാകുമ്പോൾ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നാം കഴുകൽ പ്രാപിക്കുവാൻ തീരുമാനിക്കുമ്പോൾ, നമ്മുടെ പാപത്തെക്കുറിച്ച് നാം അനുദപിക്കുമ്പോൾ, കണ്ണുനീരോടുകൂടി കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുവാൻ തീരുമാനിക്കുമ്പോൾ, കർത്താവേ എന്നെയും കൂടെ ഒന്ന് കഴുകണമേ എന്ന് നാം തീരുമാനിക്കുമ്പോൾ, ദൈവ സ്നേഹം നിന്റെ ഹൃദയത്തിലേക്ക് വരുന്നത് നിനക്ക് അനുഭവപ്പെടുവാനായിട്ടിടയായി തീരും. അനേക കൊടും കുറ്റവാളികൾ, അനേക തെറ്റുകൾ കാണിച്ചവർ, തട്ടിപ്പ് കാണിച്ചവർ, അനീതി കാണിച്ചവർ, അഴിമതി കാണിച്ചവരൊക്കെ യേശുക്രിസ്തുവിന്റെ സ്നേഹം അവരിലേക്ക് വരുമ്പോൾ അവര് പറയുകയാണ്, ഞങ്ങളെല്ലാം ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്നു. സഖായി എന്ന് പറയുന്ന